ഇപ്പം ലൈവിൽ നടന്നതാണ്. അനുമോൾ ഒറ്റയ്ക്ക് ഗാർഡൻ ഏരിയയിൽ പോയിരുന്ന് കരയുവാണ്, ഭയങ്കരമായിട്ടും കരയുവാണ്. കാരണം ഈ ആദില നൂറ അവരുടെ ആ ഒരു ഇഷ്യൂവിലാണ് അനുമോൾക്ക് സങ്കടം സഹിക്കാൻ വയ്യാതെ കരയുന്നത്. കാരണം ഇത്രയധികം അവരോട് ചേർന്ന് നിന്നിട്ട് അവരൊറ്റപ്പെടുത്തി, അവരുടെ കൂടെ മറ്റ് കണ്ടസ്റ്റൻസും ഒത്തുചേർന്ന് നിന്ന് അനുമോളെ ഒറ്റപ്പെടുത്തിയിരിക്കുകയല്ലേ, അങ്ങനെ കരയുവാണ്. അപ്പോൾ ഇത് നെവിൻ കാണുന്നുണ്ട്. അങ്ങനെ നെവിൻ ചെന്നിട്ട് നെവിൻ ചെയ്ത തെറ്റുകൾക്കൊക്കെ ക്ഷമ പറഞ്ഞിട്ട് അനുമോളെ കെട്ടിപ്പിടിച്ച് ആശ്വസിപ്പിക്കുകയാണ്. എന്നോട് ക്ഷമിക്കെന്നൊക്കെ പറഞ്ഞ് ഭയങ്കരമായിട്ടും ആ ഒരു വിഷമം വായിക്കുകയാണ്. എന്നിട്ട് പറയുകയാണ്, ഇപ്പം അനുമോളെ ഞാൻ പുറത്തിറങ്ങിക്കഴിഞ്ഞാൽ അനുമോളുടെ ഫാൻസ് എന്നെ വെച്ചേക്കത്തില്ല, അവരെല്ലാവരും കൂടെ കൂവുകയും ചെയ്യും, കോലം കത്തിക്കും. അപ്പോൾ അനുമോൾ പറഞ്ഞ് അങ്ങനെയൊന്നുമില്ല എന്ന് പറയുന്നത്. എന്നിട്ട് പറഞ്ഞു, ഞാൻ എപ്പോഴും നിന്നോട് സംസാരിക്കും എന്നൊന്നും ഓർക്കണ്ട. പക്ഷെ നെവിന് ഭയങ്കര ഒരു വിഷമം, കാരണം എല്ലാവരും ഒറ്റപ്പെടുത്തി ഒറ്റയ്ക്ക് മാറിയിരുന്ന് കരയുന്നു. അപ്പോൾ ഇത് അക്ബറിനോടും നെവിൻ പറഞ്ഞായിരുന്നു, ഒരു വിഷമം എനിക്ക് തോന്നുന്നു, പാവം ഒറ്റയ്ക്കിരിക്കുന്നതെന്നൊക്കെ പറയുന്നുണ്ടായിരുന്നു. അപ്പം കഴിഞ്ഞ ആഴ്ച വരെ ഭയങ്കര ശത്രുക്കളായ ആൾക്കാരാണ് നെവിനും അനുമോളും. ആ ബെഡിൽ വെള്ളം ഒഴിച്ചതിനൊക്കെ ലാലേട്ടൻ നെവിനെ ശരിക്കും ഫയർ ചെയ്തായിരുന്നു. അപ്പോൾ നെവിൻ അതിനൊക്കെ ഇന്ന് ക്ഷമ ചോദിച്ചതും ഞാനതൊക്കെ മനസ്സിൽ നിന്ന് മാറ്റി എന്നൊക്കെ പറഞ്ഞ് ക്ഷമയൊക്കെ ചോദിച്ചു. അവ ഉച്ചയ്ക്കുമൊക്കെ പുറകെ നടക്കുന്നുണ്ടെന്ന്. ഇപ്പം ലൈവിൽ കെട്ടിപ്പിടിച്ചിട്ട് പറയുവാണ്, വിഷമിക്കണ്ട എന്ന് പറയുന്നുണ്ട്, ആശ്വസിപ്പിക്കുന്നുണ്ട്. എന്നിട്ട് കാരണം മുമ്പ് ഇവർ ഭയങ്കര കൂട്ടായിരുന്നു, നെവിനും അനുമോളും. നെവിൻ അനുമോളുടെ പ്ലേറ്റിൽ നിന്ന് തന്നെയായിരുന്നു ഫുഡ് കഴിച്ചുകൊണ്ടിരുന്നത്. നെവിൻ കഴിച്ചു കഴിഞ്ഞാലും അനുമോളുടെ അടുത്ത് എന്നിട്ട് അനുമോളുടെ കൂടെ ഒരു പ്ലേറ്റിലൊക്കെ കഴിക്കുമായിരുന്നു. പക്ഷേ നോമിനേഷനിലൊക്കെ അനുമോൾ നെവിൻ്റെ പേര് പറഞ്ഞതാണ് നെവിൻ ഇത്രയും വൈരാഗ്യമായതെന്നാണ് തോന്നുന്നത്. എന്നാലും ഇപ്പം രണ്ടുപേരും തമ്മിൽ കൂട്ടായിരിക്കുകയാണ്. അപ്പം അനുമോൾ പറയുന്നുണ്ട്, ഇത്രയും നാൾ ഞാൻ സ്നേഹിച്ചിട്ട് അവർ എന്നോട് എന്തൊക്കെയാണ് എന്നെ പറഞ്ഞത്, അവൻ വെള്ളം ഒഴിച്ചെങ്കിലും എന്നോട് വന്ന് മിണ്ടിയല്ലോ, ക്ഷമ ചോദിച്ചല്ലോ എന്ന് പറയുന്നത്. അതാണിപ്പോൾ ലൈവിൽ നടന്നത്. ബാക്കി അപ്ഡേറ്റുമായിട്ട് വീണ്ടും കാണാം.